ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു സ്ക്രിപ്റ്റ് പോലെയല്ല കേട്ടോ. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കഥകളാണ്. ഇപ്പം സെപ്പറേഷൻ, ഡിവോഴ്സ് കേൾക്കുമ്പോൾ വേർഡ്സൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ ആക്ച്വലി ലൈഫ് ഇൻസൈഡ് ദാറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അത് ഹെവിയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അച്ചു സാലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ഭയങ്കര പുരുഷവിരോധി ആയതുകൊണ്ടോ അല്ലാതെ സ്ത്രീകളുടെ ഇത് അങ്ങനെ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് ഈ ഒരു വിഷയം നമുക്കൊരു റിയൽ സ്റ്റോറി അല്ലെങ്കിൽ റിയൽ ഇതിൽ പറഞ്ഞു പോകാം അല്ലേ, അതല്ലേ നല്ലത്. അപ്പം എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട് കേട്ടോ. അവള് സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പം ഒരു 2 വർഷമായി. റീസൺ എന്ന് പറഞ്ഞാൽ അബ്യൂസാണ്. ഭയങ്കര ദേഹോപദ്രവവും കാര്യങ്ങളായിരുന്നു. പക്ഷെ എനിക്കത് റീസൺ കൂടുതൽ പറയാൻ പറ്റില്ല കേട്ടോ, അത്രയും എക്സ്ട്രീം ലെവലാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, കുഞ്ഞില്ലേ, അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് എല്ലാവരും ചോദിച്ചു. പക്ഷെ ഒരൊറ്റ കുഞ്ഞു പോലും അല്ലെങ്കിൽ ഒരൊറ്റ ആൾ പോലും അവളുടെ അടുത്ത് ചോദിച്ചില്ല, നിനക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ സെപ്പറേഷൻ അവിടെ സ്റ്റാർട്ടായി. കോടതിയിലല്ല, അവളുടെ മനസ്സിൽ. നമുക്ക് അവളെ സ്റ്റോറിയിൽ നിന്ന് തന്നെ പോവാം അല്ലേ. ഞാനിത് ആക്ച്വലി അവളുടെ അടുത്ത് ഷെയർ ചെയ്തു. എടി, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഏറെക്കുറെ എൻ്റെ ലൈഫിലും കുറേ സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, എടി ഞാൻ വീഡിയോ. അപ്പോൾ അവൾ പറഞ്ഞു, ഡെഫിനറ്റ്ലി നീ ആ വീഡിയോ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എന്നെപ്പോലെ പല പെൺകുട്ടികളും ഇപ്പോഴും ഒരു മുന്നോട്ട് വരാത്ത കണ്ടീഷനിലുണ്ട്. അപ്പം നിൻ്റെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ആവട്ടെ എന്ന് ചോദിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ജഡ്ജ്മെൻ്റ് ആണ്. പബ്ലിക് ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പം അവൾ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞിട്ട് ഓഫീസിൽ കയറിയപ്പം എല്ലാവരും ഇങ്ങനെ കുറച്ച് ആൾക്കാർ പതുക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ അവളിങ്ങനെ പോകുമ്പോഴൊക്കെ പറയും, ഡിവോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ പറയും സെപ്പറേറ്റഡ് ആണ് കേട്ടോ. വളരെ പതുക്കെ പറയും. ഈ പതുക്കെ പറയുന്ന ഈ സെയിം ആൾക്കാർ, കാറ്റഗറിയിലുള്ള ആൾക്കാർ തന്നെയാണ് അവളുടെ അടുത്ത് ഇപ്പുറത്ത് വന്നിട്ട് നീ സ്ട്രോങ് ആയിരിക്കണം, നീ സിംഗിളാണ്, സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയുന്ന ആൾക്കാർ അപ്പുറത്ത് പോയിട്ട് പറയണേ നീ വേറെ ആൾക്കാരുടെ അടുത്ത് പറയണേ ഡിവോഴ്സാണ്, സിംഗിൾ. അങ്ങനെ വളരെ പതുക്കെ എന്തോ ഒരു വലിയ അഴുക്ക കാര്യം ചെയ്തതുപോലെ അങ്ങനെ ബാക്കിയുള്ളവർ കുറച്ച് പലരും, എല്ലാവരും ഇല്ല, പലരും കുറച്ച് ക്രമേണ ഡിസ്റ്റൻസ് ഇടാൻ തോന്നി. അപ്പോൾ അവൾ ചിന്തിച്ച്, ഞാൻ ചെയ്ത കുറ്റം എന്താണ്? ആൻസർ സിമ്പിളാണ്. എന്താണ്? അവൾ സ്ട്രോങ് ആയിരുന്നു. അവൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടല്ലേ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയ. ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ ആ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ. അടുത്തൊരു ഫേസ് ഉണ്ട്, മിസ്യൂസിങ് ലോസ് അല്ലെങ്കിൽ മിസ്യൂസ് ലേബൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പം എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്, വുമൺ അല്ലെങ്കിൽ സ്ത്രീകൾ നിയമങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു, അവർക്കാണ് കൂടുതൽ പരിഗണന. ചില കേസസിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ചിലർ കോടതിയിൽ കേസ് ജയിക്കാൻ വേണ്ടി മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലാതെ നമുക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ മിസ്യൂസ് ചെയ്യും. പക്ഷെ ഇതിലൊരു പ്രോബ്ലം എന്തെന്നറിയോ? ഇതിൽ ജെന്യൂന് വിക്ടിംസ് ആയ കുറച്ച് പേരും കൂടെ ഇതിൽ ഇൻവോൾവ് ആവുന്നതാണ്. അവരും ഈ ജെന്യൂൻ ആയിട്ടുള്ള വിക്ടിംസ് പോലും ഈ ലോസ് മിസ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സെയിം ജഡ്ജ്മെന്റ് ഫേസ് ചെയ്തേണ്ടി വരും. അപ്പോൾ എൻ്റെ അടുത്ത് ആ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത, ഇപ്പം ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആൾക്കാർ പറയും, നിനക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് നീ ചെയ്യുന്നതെന്ന്. പക്ഷെ വേറെ ആരും അതിലൊരു കാര്യം ചെയ്യും. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഭയങ്കര ഒരു ഡബിൾ സഫറിങ് ആണ് എന്ന് പറഞ്ഞാൽ, ഒരു ജെന്യൂൻ വിക്ടിംസും അല്ലാത്ത കേസും ഈ നിയമങ്ങൾക്കിടയിൽ നമ്മൾ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. അതിൽ ജെന്യൂൻ വിക്ടിംസിനെ പലപ്പോഴും നോക്കാറില്ല, അതാണ് വാസ്തവം. അടുത്ത ഫേസ് കോടതി അല്ലേ. കോർട്ട് റൂം എല്ലാം. ഈ കോടതിയിൽ അവളെ കേസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഹിയറിംഗ് ആയി, സെക്കൻഡ് ഹിയറിംഗ് ആയി, വർഷങ്ങൾ പോയി. പലരുടെയും ആണ് ഞാൻ പറയുന്നത്, അവളുടെ മാത്രമല്ല. വർഷങ്ങൾ കഴിയുന്നു, പോകുന്നു. അപ്പം എന്തായി? സമാധാനം പോയി, എനർജി പോയി, കാശ് പോയി, വർഷങ്ങളും പോകുന്നു. ഇതാണ് എപ്പോഴും ഒരു സ്ട്രാറ്റജി. നമ്മളിപ്പോൾ കോടതി എപ്പോഴും നമുക്ക് നീതി കിട്ടുമായിരിക്കും അവസാനം അല്ലേ, ജസ്റ്റിസ് കിട്ടും. പക്ഷെ ഒരിക്കലും അവൾ അനുഭവിക്കുന്ന സ്ട്രെസ് സമയത്ത്, ഓരോ ആവശ്യ സമയത്ത്, രാത്രി ഇപ്പോൾ അവൾ സങ്കടപ്പെട്ടിരിക്കുമ്പം ആശ്വസിപ്പിക്കാൻ കോടതിക്ക് കഴിയില്ല. കോർട്ട് ഒരിക്കലും ഹീലിംഗ് അല്ല, നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ഹീൽ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അവളുടെ ഒരു ലൈഫ് സ്റ്റേജ് ഇപ്പം സെപ്പറേഷൻ കഴിഞ്ഞ് അവളിപ്പം സിംഗിൾ ലൈഫാണ്, പക്ഷേ സമാധാനമുണ്ട്. അവൾ പതിയെ വർക്ക് ചെയ്യാൻ തുടങ്ങി, പതിയെ ചിരിക്കാൻ തുടങ്ങി, സമാധാനമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. അവൾ ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്തു.
പക്ഷേ ലേറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്, റീസ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റായി. പക്ഷേ അതൊരു റോങ് പ്ലേസിലല്ല, നല്ല പ്ലേസിലാണ്, അത്യാവശ്യം സമാധാനമുണ്ട്. സാധനമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല സെപ്പറേറ്റഡ് വുമൻസ് ആവട്ടെ, സ്ത്രീകളാവട്ടെ, പെൺകുട്ടികളാവട്ടെ, ആരാണെങ്കിലും നിങ്ങൾ ഈ സെപ്പറേറ്റഡ് സ്റ്റേജിൽ വന്നത് നിങ്ങൾക്ക് ഒട്ടും പറ്റാതെ ആയിരിക്കും. അതെന്ത് റീസണോ ആവട്ടെ, നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രമാത്രം ഒരു കപ്പാസിറ്റി ഇപ്പം ആയിക്കഴിഞ്ഞു. നമ്മൾ ആ ഏറ്റവും വലിയ നമുക്ക് കിട്ടേണ്ട ആ ഒരു ഗട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡിസിഷൻ എടുക്കുന്ന സമയത്താണ് നമുക്ക് ഒട്ടും പറ്റുന്നില്ല, നമുക്ക് സെപ്പറേറ്റഡ് ആകാം എന്ന് നമ്മൾ ഉള്ളിൽ തന്നെ ഒരു ഡിസിഷൻ എടുക്കില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു നമ്മുടെ ആ ബോൾഡ്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പബ്ലിക്കിൽ നിന്ന് കുറേ ഒപ്പീനിയൻസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ആ വാക്ക് കേട്ട് നമ്മൾ ഭയങ്കര ഒരു തളരും അല്ലേ. അപ്പോൾ നമ്മളത് ഒരിക്കലും മൈൻഡ് ചെയ്യാനേ പോവില്ല. നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് നിൽക്കുക, ഫിനാൻഷ്യലി എങ്ങനെ സെറ്റിൽ ആവാൻ നോക്കുക, നമുക്ക് പുതിയൊരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ചെറുതൊന്നുമല്ല. നിങ്ങളിപ്പോൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതിൽ ആരാണോ കുറ്റം ചെയ്തവർ, അല്ലെങ്കിൽ കറക്റ്റ് ഉപദ്രവിച്ചവരാരാണോ, അല്ലെങ്കിൽ കറക്റ്റ് ആരാണോ, അവർക്കുള്ള പണി 8ന്റെ പണി അത് കിട്ടിയേ, അല്ലെങ്കിൽ അവരനുഭവിച്ചേ ഈ ലോകത്തുനിന്ന് പോവുള്ളൂ. അതിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ജെന്യൂനാണോ, നിങ്ങളെ മനസാക്ഷിക്ക് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ, നിങ്ങൾ അത്രയ്ക്ക് ജെന്യൂനായിട്ട് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. അവനാണെങ്കിൽ, അടിച്ചവനാണെങ്കിലും കൊന്നവനാണെങ്കിലും നമ്മളെ ഉപദ്രവിച്ചവന്മാരാണെങ്കിലും കൊണ്ടേ പോവുള്ളൂ. അതാണ് സത്യം. ഞാൻ ഈ ആണുങ്ങളെ മൊത്തത്തിൽ പറയണല്ല കേട്ടോ. അങ്ങനെ ചെയ്ത സൈക്കോപാത്തുകളുണ്ടല്ലോ കുറേ ആൾക്കാർ, നമ്മൾ സൗമ്യ കേസ് അങ്ങനെ കുറേ ഉണ്ടല്ലോ. അങ്ങനത്തെ സൈക്കോപാത്തിനെയാണ് പറയാം. നല്ല ആൺകുട്ടികളെ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ, ദേ ആർ സ്വീറ്റ് ബോയ്സ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സൈക്കോപാത്തുകൾ കൊണ്ടേ പോവുള്ളൂ. അതിന് ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർമ്മ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടേ പോകുള്ളൂ. അതിൽ വിശ്വസിക്കുക. നിങ്ങൾ ജീവിക്കുന്നതിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ ജീവിക്കുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ സെറ്റിലാവും. കോർട്ട് കേസ് ബാക്കിയൊക്കെ നമുക്ക് സെറ്റാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പം എല്ലാവർക്കും താങ്ക് യു.